ജീവിതത്തിൽ സമ്പാദ്യം എന്ന് പറയുന്നത് ചില ഓർമ്മകൾ മാത്രമാണ്. നമ്മൾ അധ്വാനിക്കുന്നു, പണം ഉണ്ടാക്കുന്നു. ചിലർക്ക് പണം ഉണ്ടാക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അധ്വാനം മാത്രം ജീവിതത്തിൻ്റെ അവസാനം വരെ അധ്വാനം മാത്രം നിൽക്കുന്നവരുണ്ട്. രാപകൽ കഷ്ടപ്പെട്ടാലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾക്ക് അങ്ങനെയല്ല, ചിലർക്ക് ധാരാളം കിട്ടാറുമുണ്ട്. മത്തായി സാറ് പറഞ്ഞ പോലെ സമ്പാദ്യം നമ്മളിൽ മാത്രം ഒതുക്കി നമ്മുടെ മാത്രമാണെന്ന് പറഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞാൽ ആര് എന്ത് എവിടെ പോകും? ഞാൻ പല സ്റ്റേജുകളിലും പ്രസംഗിക്കാറുണ്ടായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിനെ പറ്റി പറയുന്നത്. നമ്മുടെ ബിസിനസ്സും നമുക്ക് കിട്ടുന്ന പദവിയും പൊസിഷനും ഒക്കെ അതിനപ്പുറത്തോട്ട് മാറ്റി വെക്കാം. ജീവിതം എന്ന് പറയുന്ന ഒരു പച്ചയായ അനുഭവമാണ് എല്ലാവർക്കും. ചിലരതിനകത്ത് കടലിലൂടെ പോവും, ചിലർ ആകാശത്തിലൂടെ പോവും, ചിലർ മണ്ണിലൂടെ പോവും, ചിലർ നീന്തി വരും, ചിലർ എഴഞ്ഞു വരും, ചിലർ ഓടിയെത്തും. അന്ത്യത്തിൽ എന്താ ഉണ്ടാവുക? സമ്പാദ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ കണക്കുകൂട്ടൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, പച്ചയായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ കൃത്യമായ വിലയിരുത്തലാണത്. അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നാം മരിച്ചു കഴിഞ്ഞാൽ എത്ര കാലം, എത്ര ആളുകൾ നമ്മെപ്പറ്റി, നമ്മുടെ നല്ല ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിലനിർത്തി അവർ നമ്മളെ സ്മരിച്ചുകൊണ്ടിരിക്കും. അതാണ് അയാളിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അല്ലാതെ ധാരാളം പണം ഉണ്ടാക്കും, പ്രശസ്തി ഉണ്ടാക്കും, ഇതെല്ലാം നമ്മൾ കുഴിമാടത്തിൽ പോകുമ്പോൾ അതിനോടൊപ്പം അത് പോയിരിക്കും. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മൾ എന്താണോ നേടി വച്ചിരിക്കുന്നത്, അത് എത്ര പേര് എത്ര കാലം നല്ല സ്മരണയോടുകൂടി നമ്മളെ ഓർത്ത് മറ്റുള്ളവരോട് പറയും, അതാണ് നമ്മുടെ സമ്പാദ്യം. ഇതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവരോടും പറയുന്നു, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും ദ്രോഹിക്കരുത്, അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം വേറൊരാളിൻ്റെ ദുഃഖമാകരുത്. നമ്മൾ അവരോടൊപ്പം സന്തോഷിക്കുക. പക്ഷേ ജീവിത നൗകയിൽ നമ്മൾ പോകുമ്പോൾ കടൽ ഉയർച്ചയും താഴ്ചയും വിടുന്ന പോലെ നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പം ആകാശത്തിൽ തന്നെ മുന്നോട്ടും നമ്മൾ കിടന്ന് ആടി വലിയണ പോലെ എന്തെല്ലാം ആടി വലിച്ചിലുണ്ടായാലും തളർന്നു പോവാതെ മുന്നോട്ട് കൊണ്ടുപോകണം. യുവതലമുറകളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ എന്നുള്ള ചിന്ത പോലും പാപമാണ്. അതിൽ നിന്ന് കരകയറണം, മനസ്സിനെ പ്രാപ്തരാക്കി എടുക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് പേരൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം അവരുടെ വിരൽത്തുമ്പിലുള്ളതുകൊണ്ട്. ഈ വിരൽത്തുമ്പിലുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നൈമിഷിക സുഖത്തിന് അടിമപ്പെടാതെ ഇവിടെ ഇരിക്കുന്ന കുറേ യുവതലമുറകളുണ്ടെങ്കിൽ പലരുണ്ട് ഇവിടെ. അവരോട് ഞാൻ പറയുകയാണ്, ആ വിരൽത്തുമ്പിൽ അത് മാറ്റിവെക്കുക. സംയമനം, ദൂരോട്ട് നോക്കുക, നാളെപ്പറ്റി ചിന്തിക്കുക, ഇന്നലെ പറ്റി ചിന്തിക്കാതിരിക്കുക, കടന്നുപോയതിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. പോയത് പോയി, ബട്ട് വി കനോട്ട് ക്യാച്ച് ദം. If you are going to take back the one which you lost, then you are losing the front side. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ മുന്നോട്ട് ഓടുക തന്നെ വേണം. കയ്യിൽ നിന്ന് പോയത് പൊക്കോട്ടെ, അത് പോകാൻ എടുക്കാൻ നിന്നാൽ വണ്ടി പൊക്കോണ്ടേയിരിക്കും, നമ്മളവിടെ നിന്ന് പോകുന്നത്. സോ ഈ തത്വങ്ങൾ എല്ലാവരും നമ്മൾ പാലിക്കണം. ഈ തത്വം പാലിച്ചത് കൊണ്ടാണ് ഐ റീച്ച് ഇൻ ദിസ് ലെവൽ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പം ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്, ധാരാളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടതിൻ്റെ പുറകെ ഞാൻ പോകാറേ ഇല്ല, അതിനെപ്പറ്റി ആലോചിക്കാറേ ഇല്ല. അതിനെപ്പറ്റി ആലോചിച്ചാൽ ഐ കനോട്ട് തിങ്ക് ടുമാറോ. നാളത്തെ എന്നെ പറ്റിയും അല്ലെങ്കിൽ നാളത്തെ എൻ്റെ കർമ്മത്തിനെ പറ്റിയും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ അതിൻ്റെ പുറകിന് പോകരുത് ഒരിക്കലും. ലയബിലിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ ഈ കേസും വക്കീലുമായിട്ട് പോകുന്നവരാരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? കാരണം അവർ വക്കീലിൻ്റെ പുറകിന് പോയതിനെ പറ്റി കഷ്ടപ്പെട്ടിട്ട്, പോയതിനെ പറ്റി ഓർത്തിട്ട് വക്കീലിൻ്റെ പുറകിന് പോവാം. പക്ഷെ പോയത് പോട്ടെ, അതിന് 10 ഇരട്ടി മുന്നേ കിട്ടാനുള്ളത് അവർ നോക്കാറില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ചടങ്ങിൽ ഗുരുവിചാരധാരയിലുള്ള ഈ കുടുംബാംഗങ്ങളുടെ നിങ്ങളുടെ എല്ലാം സ്നേഹവും ആദരവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ വന്ന് ഇപ്പോഴും രോമാഞ്ചം കൊള്ളുകയാണ്. ഇത്രയധികം നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നോ?
നിങ്ങളെല്ലാവരും ഇത്രയധികം എന്നെ സ്നേഹിച്ചിരുന്നു. എനിക്ക് അത് ഐ കാണ്ട് ഈവൻ ബിലീവ് ഇറ്റ് വാട്ട് ദ തിങ്സ് വിച്ച് യു ആർ ഗിവിംഗ് ബാക്ക് ടു മീ. റിയലി ഐ ആം സോ ബ്ലെസ്ഡ് ആൻഡ് സോ പ്രൗഡ് ടു ബി വൺ ഓഫ് യു. And tomorrow also, whatever I can do, I will help you. But I will keep on doing the things what I do now. Whatever I can give, I will give. And whatever you give me, with pleasure, with my bottom heart, I receive it. And ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ തന്ന ആ സ്നേഹാത്രങ്ങൾക്ക് അങ്ങേയറ്റം നന്ദി പറയുന്നു. നന്ദിയല്ല, നമ്മളോടൊപ്പം നിങ്ങളുടെ എല്ലാ സ്നേഹം ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.